ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമിയിലും ഒരുപാട് സന്തോഷങ്ങളുണ്ട്, സ്വർഗത്തിലും ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അപ്പൊ ഭൂമിയിലെ സന്തോഷം എന്താണ്? സ്വർഗത്തിലെ സന്തോഷം എന്താണ്? സ്വത്രം മത്തായി ലൂക്കോസ് സുവിശേഷം 15 അധ്യായം വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ആരും മറക്കല്ല്. ഈ ഭൂമിയിൽ സന്തോഷമുണ്ട്, സ്വർഗത്തിലും സന്തോഷമുണ്ട്. യേശുക്രിസ്തു തിരുവചനത്തിലൂടെ എന്തിന് സന്തോഷിക്കണം, എന്തിന് സന്തോഷിക്കണ്ട എന്ന് പറയുന്ന വേദപുസ്തകങ്ങൾ, വേദവാക്യങ്ങൾ നമുക്ക് തിരുവചനത്തിനകത്തുണ്ട്. ലൂക്കോസ് സുവിശേഷം അതിന്റെ സ്വത്രം 15 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന വായിച്ചേ. ലൂക്കോസിന് സുവിശേഷം 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പറഞ്ഞു എന്നിരിക്കട്ടെ. കണ്ടുകിട്ടിയാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. അടുത്ത് സ്വർഗത്തിൽ ആർക്കാ സന്തോഷം? എന്തിനാ സന്തോഷം? നെയ്യാറ്റിൻകര താലൂക്ക് മുഴുവൻ ശാലിനി സിസ്റ്ററിന്റെ പേരിലായി. സന്തോഷം സ്വർഗത്തിലുണ്ടോ? നാട്ടുകാരെല്ലാം എന്ത് പറയും? ഓ, ആ സിസ്റ്ററിന് വെച്ചടി കയറ്റം അല്ലേ പറയും, അതല്ലേ പറയും. പക്ഷെ സ്വർഗത്തിൽ എന്തോന്ന് കർത്താവ് പറയുമോ? കർത്താവ് പറയുമോ? എല്ലാം എന്തെങ്കിലും സംസാരിക്കുമോ? കർത്താവിനൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാനില്ല. കാരണം കർത്താവിന് അറിയിതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൽ സന്തോഷിക്കാൻ വരട്ടെ. പക്ഷെ സ്വർഗത്തിൽ എന്തിനാണ് സന്തോഷിക്കുന്നത്? സ്വർഗത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പാവി, ഒരു മദ്യപാനി, ഒരു ലോകസ്നേഹി, ദൈവഗീതമല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി എൻ്റെ യേശുവിലൊന്ന് അറിഞ്ഞ് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് എൻ്റെ അപ്പാ യേശു മാത്രം കർത്താവെന്ന് ഒരു വ്യക്തി പാപത്തെ വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിന്റെ മുൻപിൽ മുട്ടുമടക്കുമ്പോൾ സ്വർഗം എഴുന്നേറ്റ് നിൽക്കും. അവിടെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിൽ സന്തോഷം എന്തോന്നാണ്? ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. സഹോദര സഹോദരി, നിന്റെ ഭവനത്തിൽ ഒന്ന് തിരികെ നോക്കിയേ. സമാധാനം ഉണ്ടോ? എന്താ ഇല്ലാത്ത സമാധാനം? ഹല്ലേലൂയ. യേശു വന്നാൽ അവിടെ സമാധാനമുണ്ട്. യേശു ഹൃദയത്തിനകത്ത് വന്നാൽ സമാധാനമുണ്ട്. യേശു പക്ഷേ എനിക്ക് ഈ പാപ വഴി വേണ്ട എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. കർത്താവ് എന്നിലൊന്ന് നിറയണമെന്ന് പറഞ്ഞു നോക്കിയേ. ആത്മാർത്ഥമായി ഒന്ന് മുട്ടുമടക്കിക്കേ. ആത്മാർത്ഥമായി ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചേ. കർത്താവ്, എനിക്ക് ഈ ലഹരി വസ്തു എനിക്കിനി വേണ്ട, എനിക്ക് ഈ മദ്യം എനിക്ക് വേണ്ട, എന്റെ കുഞ്ഞുങ്ങളെ തകർക്കുന്ന, എന്റെ കുടുംബത്തെ തകർക്കുന്ന, എന്റെ സമാധാനത്തെ തകർക്കുന്ന, എന്റെ സ്വസ്ഥതയെ തകർക്കുന്ന എന്റെ ഈ മദ്യം എനിക്ക് വേണ്ട. എന്റെ അപ്പാ, എനിക്ക് ഒരു വ്യക്തി പറയുമ്പോൾ ആ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ ഏത് കൊടും ഭാവിയായാലും എന്റെ സ്വർഗം ഇറങ്ങി വരിക മാത്രമല്ല, ആ വ്യക്തിയെ രക്തം കൊണ്ട് കഴുകുക മാത്രമല്ല, സ്വർഗത്തിലെ ദൂതന്മാർ പിതാവ് ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്ന് അവിടെ സൈൻ ചെയ്യും. ഇവൻ എന്റെ പ്രിയ പുത്രൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ സന്തോഷം എന്താണ്? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എനിക്ക് ഒരു പേര് കിട്ടുന്നതല്ല സ്വർഗത്തിലെ സന്തോഷം. ഈ ഭൂമിയിൽ എനിക്കൊരു ഭവനം കിട്ടുന്നതല്ല സ്വർഗത്തിലെ സന്തോഷം. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഭവനം ലഭിക്കട്ടെ, ഈ ആലയത്തിനകത്തിരിക്കുന്ന എല്ലാവർക്കും വസ്തു ലഭിക്കട്ടെ, സമ്പത്ത് ലഭിക്കട്ടെ, ധനം ലഭിക്കട്ടെ. പക്ഷേ ഹല്ലേലൂയ, അതിന് പിടിക്കണ്ട. പിടി ക്രിസ്തുവിന്റെ വചനത്തിലായിരിക്കട്ടെ, വാഗ്ദത്തങ്ങളായിരിക്കട്ടെ. ക്രിസ്തു നമ്മെ പിടിക്കട്ടെ, ക്രിസ്തുവിന്റെ വചനത്തിലൂടെ ജീവിക്കട്ടെ, ആത്മാവിൽ നിറഞ്ഞു ജീവിക്കട്ടെ. സങ്കീർത്തനങ്ങളാൽ, സ്തുതികൾ ആത്മീക ഗീതങ്ങളാലും നിറഞ്ഞ് ആത്മാവിന്റെ നിറവോടെ ജീവിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാം അനുഭവിച്ചു കൊള്ളാം. കർത്താവ് അനുവദിക്കുന്നതെല്ലാം, കർത്താവ് അനുവദിക്കുന്നതെല്ലാം അനുഭവിച്ചു കൊള്ളാം. അവിടെ എല്ലാവരും ക്രിസ്തുവിന്റെ പൈതലിന് യോജിച്ചതെല്ലാം, ആമേൻ, സ്തോത്രം, ആവശ്യമുള്ളതെല്ലാം അനുഭവിച്ചു കൊള്ളാം. പക്ഷെ ഈ അനുഭവിക്കുന്നതൊന്നും നമുക്ക് നിലനിൽക്കുന്നതല്ല, സ്വർഗത്തിൽ സന്തോഷം തരുന്നതുമല്ല. സ്വർഗത്തിലെ സന്തോഷം എൻ്റെ പാപം വിട്ടുതിരിഞ്ഞ മുട്ടുമടക്കുമ്പോൾ, മകനെ മകളെ, കുടുംബ തലങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ല. എന്താ കാര്യം? 100 രൂപ കിട്ടുമ്പോൾ 50 രൂപ ഇട്ട് ഒരു ക്വാർട്ടർ വാങ്ങാതെ സ്വസ്ഥതയില്ല. 500 രൂപ കിട്ടിയാൽ 250 രൂപ ഇട്ട് ഒരു ക്വാർട്ടർ വാങ്ങാതെ സ്വസ്ഥതയില്ല. ഇന്ന് നീ മദ്യപിക്കും, നാളെ നിന്റെ തലമുറ ഇതിന്റെ പുറകെ പോകയില്ലെന്ന് ആര് കണ്ടു? ഹല്ലേലൂയ. ഈ മദ്യം നരകത്തീക്കകത്താണ് മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മുൻപിൽ ഒന്ന് മുട്ടുമടക്കി പറ, കർത്താവെ, സ്വർഗം സന്തോഷിക്കുന്ന പാപി മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അങ്ങ് വചനത്തിലൂടെ പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈ മദ്യം, ഈ തമ്പാക്ക്, ഈ ലോക സ്നേഹം
എനിക്ക് വേണ്ടപ്പാ. എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് മനസ്സാന്തരപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം, യേശുവിന്റെ വചനത്തിലൂടെ എനിക്ക് ജീവിക്കണം. എൻ്റെ കുറവുകളെ ഒന്ന് ക്ഷമിക്കണമേ. എൻ്റെ കർത്താവ്, എനിക്ക് ശക്തിയില്ലപ്പാ. എനിക്ക് നേരെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ശക്തിയില്ല. എന്നെ ഒന്ന് തൊടണമേ അപ്പാ. ഇനി മദ്യത്തിലേക്കോ ലഹരിയിലേക്കോ പാപത്തിലേക്കോ ദുർസ്വഭാവങ്ങളിലേക്കോ അപ്പ അനാവശ്യമായ ചാറ്റിങ്ങിലേക്ക് ഏർപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ നടുവിൽ രാജാവ് എഴുന്നേറ്റ് നിന്ന് സന്തോഷിപ്പാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് കിട്ടുമ്പോൾ എൻ്റെ ദൈവം സന്തോഷിക്കുന്നില്ല. എൻ്റെ പാപം, ജീവിതത്തിനകത്ത് അശുദ്ധി, അശുദ്ധി, വായ്, അനേകരുടെ വായ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ ഇന്ന് അനേകർക്ക് അസൂയാണ്. ഒരു വീട്ടിൽ നല്ലൊരു കല്യാണം നടന്നു നോക്കട്ടെ, എങ്ങനെ കലക്കാൻ നോക്കും, അതിനെ തകർക്കാൻ ഏത് വാക്കും പറയും, എന്തും പറയും. ആമേൻ, സ്വത്രം. ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും കണ്ണീരാഴ്ത്താം. ഒരു കല്യാണം നടന്നു നോക്കട്ടെ, നല്ലൊരു കല്യാണം ആയിരിക്കട്ടെ. എന്നാൽ സ്വത്രം കല്യാണം ഒന്നും നടക്കാതെ ആരും കല്യാണം കഴിക്കാൻ വരാതിരുന്ന് നോക്കട്ടെ. അപ്പൊ എന്നാലും നിനക്കാരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ അയ്യോഭാവം പുറത്തുകൂടെ കാണിച്ച് അകത്ത് കോപവും പകയും കയറിയിട്ട് സ്വത്രം അങ്ങനെ നടക്കും. അങ്ങനെ തന്നെ വേണമെന്ന്. പക്ഷേ ഒരു നല്ല കാര്യം നടന്നു നോക്കിയേ സ്വത്രം, അത് കഴിയുമ്പോൾ എങ്ങനെ കൂട്ടയടി ഉണ്ടാക്കാം, എങ്ങനെ കലക്കം ഉണ്ടാക്കാന്ന് നോക്കുന്ന അനേകരൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വായ് ക്രിസ്തുവിനെ ഉയർത്തുന്ന വായാണെന്നും അത് സ്വത്രം ഉപ്പ് കാരമുള്ളത് തന്നെ അത് കാരമില്ലെങ്കിൽ പുറത്തിട്ട് ചവിട്ടുമെന്നും ക്രിസ്തുവിനെ തുറന്ന് വായ് കൊണ്ട് അപ്പാന്ന് വിളിക്കുന്ന വായ് കൊണ്ട് പാവം എടുക്കേണ്ടതല്ലെന്നും അസൂയ എന്ന പാപം, ആ മാരക വിഷം നമ്മളെ വിട്ട് ഓടണമെന്നും ഇന്ന് പകൽക്കാലം ആ പാവം എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ മുട്ടുമടക്കിയിട്ട് പറ, കർത്താവേ, മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന ഒരാളാണ്, മറ്റുള്ളവരുടെ കുറവുകൾ പറയുന്ന ഒരാളാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ കർത്താവേ എപ്പോഴും അവരെ അസൂയയോടെ നോക്കുന്ന ആളാണ്, തെറ്റുകൾ പറഞ്ഞ് അവരെ മോശം വാക്കുകൾ പറഞ്ഞ് കരയിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള പന്ന സ്വഭാവം എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തരണമെന്ന് ഇന്ന് പകൽക്കാലം ആരെല്ലാം പറയും, സ്നേഹിതരെ, ഹല്ലേലൂയ, മടങ്ങി വരണം, യേശുവിൻ്റെ മുന്നിൽ മുട്ടുമടക്കണം. ഇത് കർത്താവിൻ്റെ മുന്നിൽ മുട്ടുമടക്കി പാപമേറ്റ് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, സ്വർഗം സന്തോഷിക്കും. ദൈവത്തിന് ഹിതമല്ലാത്ത ഫോൺ നമ്പറുകൾ നമ്മുടെ മൊബൈലിലുണ്ടെങ്കിൽ അതിനെല്ലാം ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ സ്തോത്രം, ഡിലീറ്റ് ചെയ്ത് കളയാം. ബ്ലോക്ക് ചെയ്യേണ്ട, 5 ദിവസം കഴിഞ്ഞാൽ അത് ബ്ലോക്ക് മാറ്റിയിട്ട് അടുത്ത് വിളിക്കാൻ തുടങ്ങും. ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അത് ഹൃദയത്തിനകത്ത് നിന്നും ജീവിതത്തിനകത്ത് നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, സ്വർഗം സന്തോഷിക്കും. ആമേൻ. പാപത്തെ വിട്ടുതിരിയുമ്പോൾ, പഴയ സ്വഭാവങ്ങളെ വിട്ടുതിരിയുമ്പോൾ സ്വർഗം സന്തോഷിക്കും. സ്വർഗം സന്തോഷിക്കുന്നത് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഭൗതിക നന്മ കണ്ടിട്ട് സ്വർഗം സന്തോഷിക്കത്തില്ല. അത് ലോക മനുഷ്യ സന്തോഷിക്കും. അത് ഒരുപക്ഷെ അസൂയപ്പെട്ടാലും മറുവശത്തൊരു സ്തോത്രം, ഹല്ലേലൂയ, കൊള്ളാം, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ സ്വർഗത്തിലെ ഭാഗ്യം ഇതൊന്നുമല്ല. സ്വർഗത്തിലെ ഭാഗ്യം ഓരോ നിമിഷവും ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്നുള്ള ഉറപ്പോടെ വചനത്തിനകത്തൂടെ ജീവിച്ച് ക്രിസ്തുവിന്റെ ജീവനിൽ ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം വെളിപ്പെടുമ്പോൾ ദൈവത്തിന് സ്വോത്ര, ദൈവത്തിന് സ്വോത്ര, ദൈവത്തിന് സ്വോത്ര, ദൈവത്തിന് സ്വോത്ര, ദൈവത്തിന് സ്വോത്ര. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ ഇതാണ് സന്തോഷം. വീണ്ടും അടുത്ത വാക്യം വായിക്കുമ്പോൾ നോക്കിക്കേ, ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ നിങ്ങളുടെ സന്തോഷം ഭവനത്തിനകത്ത് പുറത്ത് എന്തിനാണ്? ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സന്തോഷം വരാറുണ്ടോ? ഞാൻ പറയാം, അതാണ് നിത്യമായ സന്തോഷം. ഹല്ലേലൂയ. ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ നിത്യമായൊരു സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ വരാറുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. അതാണ് യഥാർത്ഥ സന്തോഷം. കാരണം എന്താ? നിത്യ തീക്കകത്ത് നിന്ന് ആള് നിത്യത്തിലെത്തും. ഇന്നല്ല നാളെ ആയിരുന്നാലും അവിടെ വച്ച് കാണാം. ഇവിടെ ഈ ലോകം ശാശ്വതമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എനിക്കായി ഒരുക്കുന്നുണ്ട് യേശുനാഥൻ എവിടെ? ഉയരത്തിൽ ഒരു ഭവനം. ഹല്ലേലൂയ. ഈ ലോകം ശാശ്വതമല്ല, എനിക്കായിട്ട് യേശുനായകൻ ഒരുക്കുന്നുണ്ട് ഒരു ഭവനം. എനിക്കായിട്ട് യേശുനായകൻ ഒരുക്കുന്നുണ്ട് ഒരു ഭവനം. യേശു എൻ്റെ അടിസ്ഥാനം, ആശ്രയം അവനിലത്രേ. യേശു എൻ്റെ അടിസ്ഥാനം, ആശ്രയം അവനിലത്രേ. അവർ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. അവർ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. അവർ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അതേ അധ്യായം അടുത്ത വാക്യം. ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവർ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? അടുത്ത പേര്. കണ്ടു കിട്ടിയ സ്നേഹിതന്മാരെ അയൽക്കാരത്തികളെ വിളിച്ചു കൂട്ടി
കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട്. കണ്ടോ അടുത്ത വരി. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി മധ്യേ സന്തോഷം ഉണ്ടാകും എന്ന് എന്നോട് പറയും. കണ്ടോ അപ്പച്ച പറയാണ്, മക്കളെ, ദൈവദൂതന്മാരുടെ നടുവിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ, ഒരു പാവി പാപം വിട്ടു തിരിയുമ്പോഴാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി അപ്പ എനിക്കിനി വേണ്ട, യേശു മാത്രം കർത്താവെന്ന് മുട്ട് മടക്കുമ്പോൾ യേശു അപ്പച്ചൻ ചേർത്ത് പിടിച്ച് രക്തം കൊണ്ട് കഴുകി സ്വർഗത്തിൽ ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരാനന്ദമാണ്, ഒരു ഉല്ലാസമാണ്. ഈ സ്വർഗത്തിൽ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ഉല്ലാസമായിരിക്കും. പക്ഷെ അയൽവക്കത്തുകാർ ചിലപ്പോൾ പിണങ്ങിയെന്ന് വരും. പേടിക്കരുത്. നമ്മൾ യേശുവിനെ കണ്ടുമുട്ടി ജീവന്റെ പുസ്തകത്തിൽ പേര് വരുമ്പോൾ നിങ്ങൾ സ്നാനപ്പെട്ടെന്നറിയുമ്പോൾ അയൽവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും സങ്കടവും കിറിറിപ്പും പിണക്കവും ഒക്കെ വരും. കാരണം എന്താ? അവരെ കൂട്ടം ഇനി ഇല്ലല്ലോ, കൂട്ടുവിട്ടല്ലോ. കണ്ടോ? പക്ഷെ ആ സമയത്ത്, അതേ സമയത്ത് സ്വർഗത്തിൽ എന്തോന്നാ സന്തോഷമാ. കാരണം എന്താ? ഒരാള് കൂടെ എൻ്റെ രാജ്യത്തിന്റെ പിള്ളയായി. ഞാൻ മരിച്ചത് ഇവന് വേണ്ടി ഞാൻ മരിച്ചതാ, ഇന്നിവൻ എൻ്റെ സ്വന്തമായി. ഓ യേശു ഒപ്പച്ചൻ പറയും, ഓ ഇവന് വേണ്ടി ഞാൻ മരിച്ചതാ, ഇവൾക്ക് വേണ്ടി ഞാൻ മരിച്ചതാ, ഇന്ന് അവൾ എൻ്റെ സ്വന്തമായി, അവൻ എൻ്റെ സ്വന്തമായി. എന്നെ ഒന്ന് കണ്ടല്ലോ, എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞല്ലോ, ഞാൻ മാത്രം കർത്താവൊന്ന് തിരിച്ചറിഞ്ഞല്ലോ. കണ്ടോ? കർത്താവിൻ്റെ സ്വന്തമായി. അതാണ് സ്വർഗത്തിലെ സന്തോഷം. ഹല്ലേലൂയ, ആമേൻ. ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ച യേശു ക്രിസ്തുവിന്റെ സന്തോഷം ഒരു പാവി ഈ ഭൂമിയിൽ മനസ്സാന്തരപ്പെടുമ്പോഴാണ്, പാപം വിട്ടു തിരിയുമ്പോഴാണ്, ദൈവഹിതമല്ലാത്തെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷം. ഇന്ന് പകൽക്കാലം ദൈവഹിതമല്ലാത്തത് നമ്മുടെ ഭവനം, ഞാൻ പറയാം, ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനം സ്വർഗീയ സന്തോഷത്തോടെ പോകുന്ന ഭവനമാണ്. AC ഇല്ലെങ്കിലും ഇറച്ചി ഇല്ലെങ്കിലും പേര് കേട്ട ഫുഡ് ഒന്നും ഇല്ലെങ്കിലും ചമ്മന്തിയും ചോറുവാണെങ്കിലും ഞാൻ പറയാം, യേശു ഉണ്ടാക്കി. ഹല്ലേലൂയ. യേശു ഇല്ലെങ്കിൽ ചീത്തവിളി വരും, അടി വരും, വാരിയടി വരും, പിന്നെ ഒരു 10-25 വരെ ചാറ്റാൻ കാണും. പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. പലതിൻ്റെ പുറകെയും പോകും. പോയി 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 പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരാളായി മാറും. സ്തോത്രം. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതാകും. പക്ഷെ ഈ സമയത്ത് എൻ്റെ അപ്പൻ്റെ മുൻപിൽ മുട്ട് മടക്കിയിട്ട് ക്രിസ്തുവിൻ്റെ എന്തുണ്ടാകട്ടെ, എന്ത് തീച്ചുകുളയ്ക്കകത്തായിരുന്നാലും, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം ഇപ്പോഴും പറയാം, ഏത് ചൂടിലും കറണ്ട് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനം എപ്പോഴും തണുത്തിരിക്കും, എപ്പോഴും തണുത്തിരിക്കും, എപ്പോൾ എടുത്താലും അത് തണുത്തിരിക്കും. അർത്ഥം, പുറത്ത് പ്രതികൂലമാണ്, പുറത്ത് പ്രശ്നമാണ്, ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന പൈതലിന്റെ അകം ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കും. ഓ അകം ഭവനം ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കും, സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കും, സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും, സ്വസ്ഥത കൊണ്ട് നിറഞ്ഞിരിക്കും, ഓ തണുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ സ്വസ്ഥത നമ്മുടെ ഭവനത്തിനകത്ത് വരാത്തത് ആരെയും കുറ്റപ്പെടുത്തണ്ട, നമ്മുടെ കുറവ് തന്നെയാണ്. ആരെയും, നേരത്തെ ദൈവദാസനിലൂടെ വചനം കേട്ടു, പഴിചാരി, നമ്മൾ ആരെയും പഴിചാരി മാറി നിൽക്കണ്ട. പിന്നെയോ ക്രിസ്തുവിന്റെ മുൻമുട്ട് അടക്കിയിട്ട് പറ, കർത്താവേ ഞാൻ കാരണമാണ് എൻ്റെ വീട്ടിനകത്ത് സമാധാനമില്ലാത്തത്, എൻ്റെ പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, എൻ്റെ വായിൽ വരുന്ന വാക്കുകൾ യാക്കോബിന്റെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അയ്യോ എന്ത് വാക്കാണ് സംസാരിക്കുന്ന അറിഞ്ഞുകൂടാ. കുതിരയെ അധീനമാക്കാം. എടുക്കാമോ യാക്കോബിന്റെ ലേഖനം? അതിൻ്റെ സ്തോത്രം 3-ാം അധ്യായം വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 1 മുതൽ 2 മുതൽ വായിച്ച് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ വായിച്ചേ കടിഞ്ഞാണിട്ട് ശക്തനായി കേട്ടോ. വാക്കിൽ തെറ്റാതിരുന്നാൽ, എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ഈ വാക്കിൽ തെറ്റാത്ത ആളാണെന്ന്? നമ്മൾ ദൈവം ശക്തീകരിക്കട്ടെ. വായിച്ചേ. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പൽ എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച് ബൈബിൾ തുറന്നിട്ടുണ്ടോ? എല്ലാരും ബൈബിൾ തുറന്നിട്ടുണ്ടോ? തനിക്ക് ബോധിച്ച ദിക്കിൽ തിരിക്കുന്നു. അടുത്ത് അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും ചെറുതാണ്, സംഭവം ചെറുതാ, കാണുമ്പോ ഏറ്റവും ചെറുതാ. അടുത്ത് വളരെ വമ്പ് പറയുന്നു, ഭയങ്കര വമ്പാ, ഒരു സ്വസ്ഥതയില്ല. അടുത്തവര് കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. കണ്ടാ കുറഞ്ഞ തീയാണ്. കർത്താവ് അതുകൊണ്ട് 32 പല്ലൊക്കെ തന്ന് 2 ചുണ്ടൊക്കെ തന്ന് അടങ്ങി ഇരുന്നോളണം എന്നൊക്കെ പറഞ്ഞാ വെച്ചേ. പക്ഷേ
ഒരിക്കലും അടക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ സാധനം. സ്വത്രാരെയും തകർക്കും. ഏത് കുടുംബത്തെയും ഒരു സെക്കൻഡ് കൊണ്ട് കണ്ണാടിച്ചിൽ തറയിൽ തള്ളിയിട്ട് പൊട്ടിക്കുന്നത് പോലെ നുറുക്കിക്കളയും. കുടുംബങ്ങളെ നുറുക്കിക്കളയും, സ്വസ്ഥതയെ നുറുക്കിക്കളയും, സമാധാനത്തെ നുറുക്കിക്കളയും. ഒറ്റ വാക്ക് മതി. ദൈവത്തിന് സ്തോത്രം. അടുത്ത വരി വായിച്ചേ. ഒരു തീ തന്നെ. നാവും ഒരുപാട് കുടുംബങ്ങളിൽ ഈ നാവാണ് പ്രശ്നം. സ്തോത്രം. എപ്പോഴും ഭാര്യയെ കുറ്റം പറയുന്ന ഭർത്താവ് കുടുംബത്തിനകത്ത് സ്വസ്ഥത കാണുമോ? എപ്പോഴും ഭർത്താവിനെ കുറ്റം പറയുന്ന ഭാര്യ കുടുംബത്തിൽ സ്വസ്ഥത കാണുമോ? നമ്മളെക്കാൾ നമ്മുടെ ഭർത്താവിനെ ശ്രേഷ്ഠരായി, നമ്മളെക്കാൾ നമ്മുടെ ഭാര്യയെ ശ്രേഷ്ഠരായി കാണുമ്പോഴാണ് അവിടെ കുടുംബത്തിനകത്ത് സമാധാനം വരുന്നത്, അല്ലേ? സ്തോത്രം. ചില ഭവനങ്ങളിൽ സമാധാനമില്ല. തിരിച്ച് അങ്ങോട്ട് കൊടുക്കും, തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കും, തിരിച്ച് എന്താണെന്നൊക്കെ അറിയത്തില്ല. ചുരുക്കം ചില വീടുകളാണ് ചീത്തവിളി ഇല്ലാത്ത വീട്. അപ്പോൾ ചീത്തവിളി വാവിഷ്ണ സ്വഭാവമാണ്. അത് ഏറ്റവും ഭയങ്കര പാപമാണ്. നമ്മളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചാൽ നമ്മൾ നിൽക്കാൻ പറ്റുമോ? അതുപോലെയാണ് നമ്മുടെ ഭാര്യമാരെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഭർത്താക്കന്മാരെ പറയുമ്പോൾ ചിന്തിക്കണം. നമ്മളെ ഒരാൾ പറഞ്ഞാൽ നമ്മൾ സഹിക്കത്തില്ല. അതുപോലെയാണ് മറ്റൊരാളിനെയും പറയും. ചിലരുടെ ഹോബി ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി നാണം കെടുത്തുക. ചില സഹോദരിമാരെ അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി നാണം കെടുത്തുക. ചില സഹോദരന്മാരെ ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി മോശമായിട്ട് പറയും. കണ്ടോ ഇവിടെ ഇങ്ങനെയാ, ഇവനിങ്ങനെയാ, എൻ്റെ ഇന്ന ആളിനെയാ. അങ്ങനെ പറയരുത്. ക്രിസ്തുവിൻ്റെ പൈതലിന് യോജിച്ചതല്ല അത്. മാത്രമല്ല കുടുംബത്തിനകത്ത് സമാധാനം പറഞ്ഞോ, ക്ഷമയോടെ താഴ്മയോടെ പോയാൽ മാത്രമേ കുടുംബത്തിനകത്ത് സമാധാനമുള്ളൂ. ഇന്ന് അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും ക്രിസ്തു ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. സ്നേഹിതരെ, പ്രാർത്ഥനയുള്ള ഭവനങ്ങളായി ഭവനങ്ങൾ മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ കണ്ടവർ വളരട്ടെ. നമ്മളിലൂടെ യേശുവിനെ അവർ കാണട്ടെ. സ്നേഹിതരെ, അവരെ സ്നേഹിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ, മക്കളെ എന്ന് വിളിക്കാൻ, സ്നേഹത്തോടെ അവരോട് സംസാരിപ്പാൻ, സ്നേഹത്തോടെ ഭാര്യമാരോട് ഇടപെടാൻ, സ്നേഹത്തോടെ ഭർത്താക്കന്മാരോട് ഇടപെടാൻ, മാതാപിതാക്കളോട് സ്നേഹത്തോടെ ഇടപെടാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. അടുത്ത വരി വായിച്ചേ. നാവ് ഒരു തീ തന്നെ. അടുത്ത വരി. അത് നമ്മുടെ അംഗങ്ങളിലെ ദേഹത്തെ മുഴുവൻ എന്ന് വെച്ചാൽ ഒരു മോശം വാക്ക് പറഞ്ഞാൽ നമ്മളെ ശരീരം മുഴുവൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചാണത്തിനകത്ത് ഒരാൾ വീണിട്ട് എണീറ്റ് വന്ന, ഞാൻ അത് മാത്രം അതിലങ്ങ് നിർത്താം. അതിൽ വീണിട്ട് എണീറ്റ് വന്ന ഒരാൾ എങ്ങനെ ഇരിക്കും? നമ്മൾ നോക്കുമ്പോൾ എടുത്തു വരൽ എന്ന് പറയത്തില്ലേ? അതിൻ്റെ അപ്പുറമാണ് ഒരു ചീത്ത വിളിക്കുന്ന ആള്, ഒരു മോശം വാക്ക് പറയുന്ന ആള്. ഒരടി അടിച്ച മായി ഒരു ചൊല്ലി ചൊല്ലിയാൽ ആൾക്കാർ പറഞ്ഞെടുക്കുകയില്ല. ഒരടി കൊടുത്താൽ മായി, ഒരു ചൊല്ലി ചൊല്ലിയാൽ മായത്തില്ല. നമ്മൾ പറയുന്ന വാക്ക് എപ്പോഴും ശ്രദ്ധിച്ചോ. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളൊരു ദുഷ്ടനായി മാറരുത്. പിന്നെയോ ക്രിസ്തുവിൻ്റെ പൈതലായി വേണം മാറാൻ. കുടുംബത്തിനകത്ത് സമാധാനം വരട്ടെ. കഷ്ടപ്പെടുന്ന പൈസ കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൽ നിലനിൽക്കട്ടെ. അത് അനുഗ്രഹമായി മാറട്ടെ. അത് മദ്യത്തിന്, ലഹരി വസ്തുവിന്, പാപത്തിന് ഉപയോഗിക്കാതെ ഭവനങ്ങളെല്ലാം ക്രിസ്തു വസിക്കുന്ന, ആരാധനയുള്ള, കർത്താവിനെ സ്തുതിക്കുന്ന ഭവനങ്ങളായി മാറട്ടെ. പ്രാർത്ഥനയുള്ള ഭവനങ്ങളായി നമ്മുടെ മക്കൾക്കൊരു സമാധാനം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, എൻ്റെ മക്കൾ കുഞ്ഞിനെ അവർ പഠിക്കാൻ പോകുമ്പോൾ പലപ്പോഴും വന്ന് പറയുന്ന ഒരു വിഷയമാണ്, അമ്മ എൻ്റെ അടുത്തിരിക്കുന്ന ഇന്ന കുഞ്ഞ്, പേരൊക്കെ പറഞ്ഞിട്ട് ഒരു ഇന്ന കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്. ക്ലാസ്സിൽ വരുമ്പോൾ ആ കുട്ടികൾ വന്ന് ഞങ്ങളോട് പറയും. അപ്പം ഞങ്ങൾ ചിന്തിക്കും, ഞങ്ങളുടെ വീട്ടിലെ സമാധാനം ഞങ്ങൾ പറയും. രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ. ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല. അപ്പം ആ കുഞ്ഞുങ്ങളുടെ വേദന ക്ലാസ്സിൽ ചെന്ന് കുട്ടികളോട് പറയുകയാണ്, എൻ്റെ വീട്ടിനകത്ത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അഡോണായി ചർച്ചിനകത്ത് ഇരിക്കുന്ന ഓരോരുത്തരും ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ, മറ്റു പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള സമാധാനത്തെക്കുറിച്ച് അവർക്ക് എന്താ പറയാനുള്ളത്? അപ്പനും അമ്മയും സ്നേഹത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ കുഞ്ഞുങ്ങൾക്ക് ഇരട്ടി സമാധാനമാണ്. എന്നാൽ ഇന്ന് അനേക കുടുംബങ്ങളിൽ അപ്പനും അമ്മയും സ്നേഹത്തോടെ ഇരിക്കുന്നതല്ല കാണുന്നത്, അവർ കീരിയും പാവുമായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. എത്ര സമാധാനമുണ്ട് കുഞ്ഞുങ്ങൾക്ക്. കുടിക്കുന്ന വെള്ളത്തിന് സമാധാനമില്ല. ഇത് കണ്ട് കുഞ്ഞുങ്ങൾ വളരും. അവർ യേശുവിൽ ആയില്ല എന്നുണ്ടെങ്കിൽ അതും പോക്കാം. ഈ സ്വഭാവം തന്നെ കുഞ്ഞുങ്ങളും പിന്തുടരും. ആദമ്യ പാപം വന്നതുപോലെ അപ്പനും അമ്മയും ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറഞ്ഞ് കാട്ടൊലിവ് കർത്താവിൽ ഒട്ടിക്കുമ്പോൾ സ്വഭാവം മാറും. പക്ഷെ കുഞ്ഞുങ്ങൾ ഒട്ടിക്കപ്പെട്ടില്ലെങ്കിലോ അത് വഴിതെറ്റിപ്പോകും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, ഞാൻ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കണം. നമ്മുടെ മുൻപിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഒരു ദിവസം ദൈവം അവരുടെ കണക്ക് സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ ചോദിക്കും. എന്തോന്ന് ചോദിക്കും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞ് എൻ്റെ
ഇളയ മോൻ സ്നാനപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ ഇപ്പൊ ഇത്ര വയസ്സല്ലേ ആയുള്ളൂ, കുറച്ച് ദിവസം കൂടെ ആവട്ടെ. ഒരു ദിവസം അവൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, അമ്മ കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ അറിഞ്ഞില്ല ഇത്രയും ആഴമായിട്ടാണ് ആ മകൻ എന്നോട് പറയുന്നത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. അമ്മ കണക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് അതായിരുന്നു ചിന്ത. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മുടെ മക്കൾ തിരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞ് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ അവരെക്കുറിച്ചുള്ള കണക്ക് നമ്മളോട് ചോദിക്കും. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനും ക്രിസ്തുവിൻ്റെ വചനം കൊടുക്കാനും നമ്മുടെ സമാധാനം, ക്രിസ്തുവിലുള്ള സമാധാനം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും കണ്ടവർ അനുഭവിക്കട്ടെ. എന്തുണ്ടായിട്ട് എന്തില്ലാകട്ടെ, വേറെ ഒന്നും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും യേശുവിനെ കൊടുക്കാൻ കഴിഞ്ഞാൽ അവരെവിടെ പോയാലും രക്ഷപ്പെടും. ഞാൻ ഉറപ്പിച്ച് പറയാം, മറ്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കൊടുത്താൽ അവരെവിടെ പോയാലും രക്ഷപ്പെടും. നമ്മുടെ വാക്കുകൾ, അധരങ്ങൾ ക്രിസ്തുവിൻ്റെതായി മാറട്ടെ. ഈ വാക്യത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുകയാണ്, അനേകരുടെ വാക്കുകൾ അതികഠിനമായ വാക്കാണ്, അത് പാടില്ല. കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നുപോകല്ലേ. കുടിക്കുന്ന വെള്ളത്തിന് അവർക്ക് സമാധാനമില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മൾ കർത്താവിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഈ സന്ദർഭം ദൈവം തരുന്നത് സന്തോഷത്തോടെ ആരാധിച്ചും പ്രാർത്ഥിച്ചും നമ്മൾ ഉപജീവനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോയാൽ, ക്രിസ്തുവിനെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ, ഇതുപോലെ സമാധാനമുള്ള ഭവനം എവിടെ ഉണ്ട്? ഇല്ല. യേശു വന്നാൽ മറ്റെല്ലാത്തിനേക്കാളും സമാധാനം അതാണ്. ഹല്ലേലൂയ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. അടുത്ത വാക്യം വായിച്ചേ. അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ യാക്കോബിന്റെ ലേഖനം നമ്മൾ ധ്യാനിച്ചപ്പോൾ ഓരോ വരിയും വാക്കുമായിട്ട് നമ്മൾ ധ്യാനിച്ചതാണ്. ജീവചക്രത്തിന് തീ കൊടുക്കുന്നതാണ് ഈ വായിൽ വരുന്ന വാക്ക്, ദൈവഹിതമല്ലാത്ത വാക്കുകൾ. അത് പിന്നെ നരകത്തീയിലേക്ക് പോകും. അടുത്ത വാക്യം വായിച്ചേ. നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഞാനത് നമ്മൾ ഒരുപാട് തവണ വിശദീകരിച്ചിട്ടുള്ളത്. ആ വരി പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന് അത്രയും ആഴം ഉണ്ടാവും ഒരു വാക്കിന്. അടുത്ത വരി. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു, ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു, മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം. എന്തും പറയും ആ വായ കൊണ്ട്, എന്തും ചെയ്യും, എന്തും മോശം വാക്ക് പറയും, എന്ത് ശപിക്കും, ആരെയും എന്തും പറയാം, ഒരു മടിയുമില്ല. ആ വാക്കുകൊണ്ട് എന്തും പറയും. പറയുന്നതെല്ലാം കുട്ടിക്കയറുന്ന വാക്കായിരിക്കും. ഓ ജീസസ്, കൊല്ലുന്നതിനേക്കാളും അപ്പുറമാണ് ഈ വാക്കുകൊണ്ട് വേദനിപ്പിക്കുക എന്ന് പറയുന്നത്. അടുത്തവര് വായിച്ചേ. അതിനാൽ കർത്താവും പിതാവുമായവനെ ഇതെല്ലാം പറഞ്ഞിട്ട് കർത്താവിനെ ഈ വാ കൊണ്ട് തന്നെ സ്തുതിക്കും. അടുത്ത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. അടുത്ത് ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. കണ്ടോ, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. അടുത്ത വരി. സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ആരോടാ പറഞ്ഞത്? കർത്താവിന്റെ മക്കളോട്, എല്ലാരോടും അല്ല. പിന്നെ നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ വരാൻ, ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് ദൈവവേദനെ കുറിച്ചാ. നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല, നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അപ്പൊ സ്വർഗം സന്തോഷിക്കുന്നത് എൻ്റെ പാപം നിറഞ്ഞ വാ ഇന്ന് പകൽക്കാലം യേശുവിന് വിട്ടു കൊടുക്കുമ്പോ അപ്പൻ സന്തോഷിക്കും. അമ്മേ, അപ്പൻ സന്തോഷിക്കണോ? നമ്മുടെ 3/4 പാപത്തിൻ്റെയും കാരണം ഈ വായ. 3/4 പാപം. ഈ വാ ഇന്ന് വിശുദ്ധമായ കുടുംബത്തിനകത്ത് സ്വസ്ഥത വരും, സമാധാനം വരും. പാട്ടുകാരൻ പാടി, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങീതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്കയാ.
ഞാനെന്ന് തുതിക്കും, ഞാനെന്ന് വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പഠിക്കേ, പാപി കരങ്ങടിച്ച്, രക്ഷിപ്പാനായ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-അതിശ്രേഷ്ഠനവൻ. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനൻ സ്തുതിക്കും, ഞാൻ വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദോ. സമാധാനമില്ലാതെ, ഓ സമാധാനമില്ലയോ? ഇന്ന് യേശു സമാധാനമായെടുത്ത്, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എന്നെ അരികിൽ വന്നു. ഓ അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. ഓ അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക. ആരൊക്കെ പറയും? ഞാനെന്ന് സ്തുതിക്കും, ഓ യേശുവിൻ നാമം, എനിക്ക് എത്ര ആനന്ദം. ഓ ഞാനെന്നും, നമ്മുടെ ആനന്ദ യേശുവാണോ? യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദോ. ഞാനെന്ന് സ്തുതിക്കൂ, ഞാനെന്ന് വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്നും, ആ കൃപ, ഓ കൃപ, യേശു നമ്മുടെ അരികത്ത്, എനിക്കെത്ര ആനന്ദോ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നെ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരേ വായിൽ നിന്ന് സഹോദരന്മാരെ, ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുന്നത് നല്ലതല്ല. അടുത്തവരി ഇവിടെ വായിച്ചേ. ഉറവിന്റെ ഒരേ ദൂരത്തിൽ നിന്ന്, ഉറവിന്റെ ഓരോ ദൂരത്തിൽ നിന്ന് മധുരവും കൈപ്പുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? മധുരവും കൈപ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, നോക്കിക്കേ, ഉറവയുടെ ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെട്ടു വരുമോ? നിങ്ങളുടെ ഉപ്പിട്ടിരിക്കുന്ന ഫോണിൽ നിന്ന് പഞ്ചസാര വരുമോ? ചായക്കിടാൻ പറ്റുമോ? പറ്റില്ല. ആ മധുരമുള്ള പഞ്ചസാര പിന്നിൽ നിന്ന് മീനിലിടാൻ ഉപ്പ് വരുമോ? ഇല്ല. അർത്ഥം എന്താ? ശാലിനി സിസ്റ്ററിൻ്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ, മനസ്സിലായോ? അതിലൊന്നും ഒരിക്കലും ഉപ്പും പഞ്ചസാരയും ഒരുമിച്ച് വരത്തില്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം വരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിൽ യേശു ആണെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം വരും. ഇല്ല എങ്കിൽ എല്ലാം വരും. സ്തോത്രവും വരും, സ്തുതിയും വരും, അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതും വരും. എൻ്റെ കർത്താവ് പറയുന്ന ഒരു ദൈവ പൈതലിന് ഇത് യോജിച്ചതല്ല. ഇത് ദൈവ പൈതലിന് ഇത് യോജിച്ചതല്ല. ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ഇത് യോജിച്ചതല്ല. രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, പാവത്തെ ഏറ്റുപറഞ്ഞ്, സ്നാനപ്പെട്ട് വേർപാട് പ്രാപിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി കർത്താവിനെ കാത്തിരിക്കുന്ന മകനെ, മകളെ, നിനക്ക് ഇത് യോജിച്ചത് അല്ല. നമുക്ക് ഇത് യോജിച്ചതല്ല. എനിക്കും നിങ്ങൾക്ക് ഇത് യോജിച്ചതല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനി നേരത്തെ വായിച്ച ലൂക്കോസിലേക്ക് വരാം. നമ്മുടെ സമയം തീരാറായിക്കൊണ്ടിരിക്കുന്നു. വായിച്ചേ. കാണാതെ പോയതിനെ പാപി മനസ്സാന്തരപ്പെട്ടു, അല്ലേ? അതിൽ കിടക്കുന്ന 10-ാം വാക്യം, ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ കാണാതെ പോയത് കണ്ടു കിട്ടുമ്പോഴാണ് സന്തോഷമുള്ളത്. വീണ്ടും 15-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ, വായിച്ചേ, 11 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, അപ്പന് 2 മക്കളും ഉണ്ടായിരുന്നു, അല്ലേ? ഒരു മകനും ഇളയ മകൻ, മൂത്ത മകൻ അപ്പനോട് പറ്റി നിന്നു. ഇളയ മകൻ പറഞ്ഞു, എനിക്ക് എല്ലാം വേണമെന്ന് പറഞ്ഞു, അല്ലേ? എല്ലാം വാങ്ങി ദൂർത്തടിച്ചു, നഷ്ടപ്പെടുത്തി, എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? എല്ലാം തകർത്തു. വായിച്ചേ, ഒന്ന് വായിച്ചേ, ടക്കനെ വായിച്ചേ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഇളയവൻ അപ്പനോട്, എയ്റോൺ സംസാരിക്കുന്നുണ്ട്, ബദ്രി സംസാരിക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു.
അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അടുത്ത് അവിടെ നടപ്പുകാരനായി ജീവിച്ചു. നീ ക്രിസ്തുവിൽ നിന്ന് ദൂരോട്ട് പോയാൽ എല്ലാം പോക്കാം. അടുത്ത വരി. വസ്തു നാനാവിധമായി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവനെ കൊണ്ട് വയർ നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്ത് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു. അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അടുത്തവൻ തന്റെ ദാസന്മാരോട് വേഗം മേൽക്കരമായ അങ്കി കൊണ്ടുവന്ന്. കണ്ടോ, ക്രിസ്തുവിന്റെ അടുത്ത് ഒരാൾ വരുമ്പോ നീ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ചോദിക്കത്തില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും കുറവോ പാവോ തെറ്റോ വന്നെങ്കിൽ ഒരുപക്ഷെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളെല്ലാം കുത്തി പറയുന്നതായിരിക്കാം, സാരമില്ല. പക്ഷെ യേശുവിന്റെ അടുത്ത് വന്നാൽ യേശു കുത്തി പറയത്തില്ല. പിന്നെയോ ക്ഷമിച്ച് കർത്താവിന്റെ വസ്ത്രം ധരിപ്പിക്കും. നമ്മ കുത്തി പറയാത്ത ഒരാളെ ഉള്ളൂ. ആര്? യേശു ക്രിസ്തു. നമ്മളെ തള്ളിക്കളയാത്ത ഒരാളെ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. കല്ലെറിഞ്ഞ് കൊണ്ടുവരുമ്പോഴും ശിക്ഷിക്കാതെയും കല്ലെറിയാതെ ഇരിക്കുന്ന ഒരാളെ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്താതെ കെട്ടിപ്പിടിക്കുന്ന ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു. അശുദ്ധൻ എന്ന് പോകുന്ന കുഷ്ഠരോഗിയെയും അശുദ്ധൻ എന്ന് പറയുന്നവനെയും വിശുദ്ധൻ ചേർത്ത് പിടിക്കുന്ന ഒരു വിശുദ്ധൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവേ ഉള്ളൂ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയരെ, നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പകൽക്കാലം കുടുംബ സമാധാനത്തെ കെടുത്തുന്ന ആ പാവ സ്വഭാവങ്ങളെ വിട്ട് എൻ്റെ യേശുവിനോട് പറപ്പാ, ഇതാ അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. വർഷകാലം കൊണ്ട് ഈ ചർച്ചിനകത്ത് വരികയാണ് സത്യ തിരുവചനം. ഓ ഹല്ലേലൂയ. വാട്ടമില്ലാത്ത മാലിന്യമില്ലാത്ത കുഞ്ഞാടിന്റെ വചനം ഞാൻ കേട്ടിട്ടും പലപ്പോഴും മുട്ടുമടക്കാൻ കഴിയാതെ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല ശീതോഷ്ണമാനായി കർത്താവെ 2 വെള്ളത്തിൽ കാല് ചവിട്ടുന്ന ആളായി, മാമോനെയുമല്ല ദൈവത്തെയുമല്ല പലതിനെയും സേവിക്കുന്ന ആളായി, എല്ലാത്തിൻ്റെയും മുമ്പിൽ കുമ്പിടുന്ന ആളായി, സകല പാപങ്ങൾക്കും പങ്കുള്ള ആളായി ഞാൻ ജീവിക്കുമ്പോൾ അപ്പാ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു, അപ്പാ എന്ന് വിളിക്കാൻ യോഗ്യതയില്ല. ഇതാ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു, എന്നെയും കൂടെ ഒന്ന് തൊടണമേ എന്ന് ഇന്ന് പകൽക്കാലം ഒരു വ്യക്തി അപ്പനോട് പറയുമെങ്കിൽ അപ്പൻ വേറെ ഒന്നും ചോദിക്കത്തില്ല. ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചിട്ട് ആ അങ്കി വലിച്ചു മാറ്റി പുതിയ അങ്കി ധരിപ്പിച്ച് കുളിപ്പിച്ച് ചെരിപ്പിടിച്ച് മോതിരം ധരിപ്പിച്ച് ക്രിസ്തുവിന്റെ ഒരു മുത്താക്കി കൈക്കടങ്ങി ഒരു പാത്രമാക്കി കുശവന്റെ കയ്യില് ഒരു കളിമൺ പാത്രമാക്കി ക്രിസ്തുവിന് ഒഴിക്കത്തക്ക, ക്രിസ്തുവിന് ലഭിക്കത്തക്ക, കിട്ടത്തക്ക, എപ്പ വിളിച്ചാലും കിട്ടുന്ന ഒരു പാത്രമാക്കി മാറ്റാൻ ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഊറങ്ങില്ലവൻ. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഊറങ്ങില്ലവൻ. ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ. ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ.
എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഹല്ലേലൂയ. അപ്പൻ്റെ അടുക്കൽ വന്നു, പൊട്ടിക്കരഞ്ഞു, കുറവുകൾ ഉണർത്തിച്ചു, പാവിയാണെന്ന് സമ്മതിച്ചു. പക്ഷെ ദൈവം ഒന്നും ചോദിച്ചില്ല. സക്കായി പാവിയാണെന്ന് സമ്മതിച്ചു, ദൈവം ഒന്നും ചോദിച്ചില്ല. അവൻ്റെ വീട്ടിൽ യേശു പാർത്തു. ഇവൻ പാവിയാണെന്ന് സമ്മതിച്ചു, ഒന്നും ചോദിച്ചില്ല. യേശു കർത്താവ് അവനെ അങ്ങ് തൊട്ടു, കെട്ടിപ്പിടിച്ചു. സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമുണ്ടായി. ഇവിടെ ഇത് ആനന്ദമുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ഒരപ്പൻ ആനന്ദം ഉണ്ടായെങ്കിൽ സ്വർഗത്തിൽ രാജാതിരാജാവ്, മോനെ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു കേട്ടോ, ഓ നീ എൻ്റേതായല്ലോ, നീ കാണാതെ പോയിരുന്നു, ഇപ്പൊ കണ്ടു കിട്ടിയല്ലോ, എൻ്റേതായല്ലോ, എൻ്റെ രാജ്യത്ത് നീ വന്നിരിക്കുമല്ലോ എന്നുള്ള പരമപിതാവിന്റെ സന്തോഷം. അടുത്ത വാക്യം വായിച്ചേ. വായിച്ചേ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ, കഴിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം തിന്ന് ആനന്ദിക്കുക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. പാപത്തിൽ പോകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. പാപത്തിലൊരു വ്യക്തി പോകുമ്പോൾ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ മരിച്ച ആളാ, പാപത്തിൽ മരിച്ച ആൾ. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ പാപത്തിൽ മരിച്ച ആള് കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിന്റെ ജീവനെ തരുവാൻ ദൈവം മതിയായവനാണ്. ജീവിപ്പിച്ചു. കണ്ടോ, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടി, മരിച്ചവനായിരുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ജീവൻ ഇന്ന് വരണം നമ്മുടെ ജീവിതത്തിനകത്ത്. ആ ജീവൻ വന്നാൽ നമുക്ക് മാറ്റം വരും. യേശുവിന്റെ ജീവൻ നമ്മുടെ അകത്ത് ഇറങ്ങിയാലാണ് നമുക്ക് മാറ്റം വരുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പാപം നിറഞ്ഞ് നമ്മൾ അങ്ങനെ പോകും. എന്നാൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ അകത്ത് ഇറങ്ങിയാൽ പാപം മനുഷ്യനെ മരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ ജീവനിൽ പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിന്റെ ജീവനിലൂടെ വരുന്ന പ്രവൃത്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രതിഫലമുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ച അടുത്ത വാക്യം. അത് വിശദീകരിക്കാൻ സമയം പോരാ, വായിച്ചു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു. അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. 32 വാക്യം വായിച്ചേ. 32. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് ആനന്ദിക്കേണ്ടത് എന്തിലാണ്? കാണാതെ പോയ ഒരുത്തൻ അടുത്ത് വരുമ്പോൾ കർത്താവ് ആനന്ദിക്കും. നമ്മുടെ ആനന്ദം എന്തോന്നാണ്? ഈ ലോകത്ത് നിങ്ങൾ എന്തിനും ആനന്ദിച്ച് നോക്കിയേ, അല്പസമയമുള്ളൂ. പക്ഷെ യേശുവിൻ്റെ ആനന്ദം, സ്വർഗീയ ആനന്ദം ഇവിടെ നശിച്ചു പോകുന്ന ഒരു കാര്യത്തിനല്ല. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. വായിച്ചേ അടുത്ത വാക്യം കൂടെ. ആ വാക്യം. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആനന്ദം എന്തോന്ന്? ഈ ഭൂമിയിൽ ഈ ആലയത്തിനകത്തിരിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവം ചോദിക്കുന്നു, മക്കളെ, എൻ്റെ രാജ്യത്തിൽ ഞങ്ങളുടെ ആനന്ദം ഈ ഭൂമിയിൽ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ്. എന്നാൽ ഭൂമിയിൽ നിന്റെ ആനന്ദം നീ ഏതിൽ കഴിച്ചു കൂട്ടുന്നു? ഏതിലൊക്കെയാണ് നീ ആനന്ദിക്കുന്നത്? നിന്റെ ജീവിതത്തിനകത്ത് ഏതിലാണ് നീ ഇഷ്ടം കണ്ടെത്തുന്നത്, ആനന്ദം കണ്ടെത്തുന്നത്, ദാഹം കണ്ടെത്തുന്നത്? പക്ഷേ യേശു കർത്താവ് തൻ്റെ മക്കളോട് പറയുകയാണ്. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിച്ചേ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നില്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്ര സന്തോഷം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല. അടുത്ത സ്വർഗത്തിൽ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിക്കും. അപ്പൊ സ്വർഗത്തിൽ സന്തോഷം തോന്നണം പാവിയുടെ മാനസാന്തരം. ഭൂമിയിൽ നമ്മുടെ സന്തോഷം എന്തെന്നായിരിക്കണം? സ്വർഗത്തിലുള്ളതിലാ സന്തോഷം. നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ പേരവിടെ ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെതാണ് എന്നുള്ള ഒരു സന്തോഷം വേണം. ഹല്ലേലൂയ. ഇതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഞാൻ എൻ്റെ കർത്താവിലാണോ? കർത്താവിൻ്റെ ജീവൻ എന്നിലുണ്ടോ? ആ കർത്താവിൻ്റെ ജീവനിലൂടെ നല്ല ക്രിസ്തു ആഗ്രഹിക്കുന്ന പ്രസാദമുള്ള കാര്യങ്ങളാണോ എന്നിലൂടെ വരുന്നത്? ഇത് ഓരോ സെക്കൻഡും ആരാഞ്ഞ് ക്രിസ്തുവിലേക്ക് നിറഞ്ഞ് ആ ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞു. ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള
കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഉപേക്ഷിച്ച് ചവറെണ്ണുന്നു. സകലതും, എല്ലാം എല്ലാം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ, തൻ്റെതെല്ലാം എന്തോ ആണെന്നുള്ളത് എല്ലാം മഹത്വം മുഴുവൻ ഉപേക്ഷിച്ചു ഈ മനുഷ്യൻ. അത്രയും പഠിപ്പുള്ള, അത്രയും കഴിവുള്ള, അതാ ഞാൻ പറഞ്ഞേ, അത്രയും ജ്ഞാനമുള്ള, അത്രയും മിടുക്കനായ പൗലോസ് ഉണ്ടല്ലോ. എത്ര സർട്ടിഫിക്കറ്റിന്റെ കൂമ്പാരങ്ങളാ ആ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്നേ, എത്രമാത്രം പേരുകളാ ആ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്നേ. എന്നാൽ ആ മനുഷ്യന് മനസ്സിലായി, എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഇത് വെറും വേസ്റ്റാണ്. ഈ കണ്ണ് തുറന്നാൽ മാത്രമേ, നമ്മുടെ അകം കണ്ണ് തുറന്നാൽ മാത്രമേ വേസ്റ്റ് എന്തോന്നാണെന്ന് മനസ്സിലാകുള്ളൂ. എന്നാൽ പ്രധാനപ്പെട്ടത് എന്തോന്നാണെന്നും ഈ ഭൂമിയിലെ വേസ്റ്റ് എന്തോന്നാണെന്ന് മനസ്സിലാകുന്നത് അവിടെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്വോത്ര അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് സ്വോത്രം അത്രയുമല്ല കർത്താവ് യേശു 2-ാം അധ്യായം ഫിലിപ്പിയർ 2 കിടക്കുന്നു, അത്രയും 3-ാം അധ്യായത്തിൽ കിടക്കുന്നു. അത്രയുമല്ല കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലത് ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു അവനിൽ ഇരിക്കേണ്ടതിനും. താഴോട്ടുള്ള വാക്യങ്ങളുണ്ട്, വായിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്വോത്രം, കർത്താവിന്റെ രാജ്യത്തിൽ സന്തോഷം പാപി മാനസാന്തരപ്പെടുന്നതാണെങ്കിൽ, ഈ ഭൂമിയിൽ എൻ്റെ നിങ്ങളുടെ സന്തോഷം ക്രിസ്തുവിൽ ജീവിക്കുന്നതായിരിക്കട്ടെ, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളതായിരിക്കട്ടെ. സ്വോത്രം. അതേ അധ്യായം തന്നെ ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം തന്നെ അതിൽ വായിക്കുമ്പോൾ, 10-ാം അധ്യായം വായിക്കുമ്പോൾ, ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 38 മുതൽ 42 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വായിച്ചേ, ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 41-42 വായിച്ചേ. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. സ്വർഗത്തിൽ സന്തോഷം തോന്നാണ്. എനിക്ക് വീട് കിട്ടിയപ്പോൾ സ്വർഗത്തിൽ സന്തോഷമായോ? പിന്നെ എനിക്ക് നല്ലൊരു ഭാവി ജീവിതം കിട്ടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമായോ? എനിക്ക് നല്ല വണ്ടി കിട്ടി, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡൽ വണ്ടി കിട്ടി, സ്വർഗത്തിൽ സന്തോഷമായോ? പിന്നെ എനിക്ക് ഈ ലോകത്തിൽ എന്തും കിട്ടി, സ്വർഗത്തിൽ സന്തോഷമായോ? സന്തോഷമേ ഇല്ല, അവിടെ ഒരു സന്തോഷവും ഇല്ല. പക്ഷെ ഇവിടെ ഒരു പാവി മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, സ്വർഗം. നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷെ ഈ ലോക മനുഷ്യൻ ഇവിടെ കുറെ വെട്ടിപ്പിടിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും പറയും, നീ ഭാഗ്യവാന. സന്തോഷത്തിനകത്ത് അസൂയ വന്നാലും പേരുണ്ട്, പ്രശസ്തിയുണ്ട്, മഹത്വമൊക്കെ ഉണ്ട്. പക്ഷേ സ്വർഗത്തിൽ അതിനൊരു വിലയും ഇല്ല. നമ്മൾ അനേകർ കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഈ ഭൂമിയിലുള്ളതെല്ലാം പ്രാപിക്കാൻ വേണ്ടി ഉപവസിക്കും, പ്രാർത്ഥിക്കും, കരയും, നിലവിളിക്കും. പക്ഷേ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസമെന്ന് നമുക്കറിയാം. കാണാത്ത കാര്യങ്ങളെ, ആ ക്രിസ്തുവിനുള്ളതിനെ കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ് പ്രാപിച്ച് ആ സ്വർഗീയ സമ്പത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോ ആരാധനയോ ഒന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരത്തില്ല. പിന്നെ നമ്മൾ മുഴുവനും പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത് എന്തിനായിരിക്കും? ഇവിടെ തകർന്നു പോകുന്ന, തരിപ്പണമായി പോകുന്ന സകലത്തിന് വേണ്ടി ഉപവസിക്കും, പ്രാർത്ഥിക്കും. പക്ഷെ സ്വർഗത്തിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നിലനിൽക്കുന്ന പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, കരയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യത്തിൽ നിന്ന് ജയം പ്രാപിക്കാൻ പറ്റുന്നില്ല കർത്താവേ, ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, കരയുന്ന എത്ര പേരുണ്ട് സ്നേഹിതരെ? ഞാൻ പറയാം, ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കാൻ വേണ്ടി, നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മനസാന്തരത്തിന് വേണ്ടി നമ്മൾ എത്ര പേര് ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കരയാറുണ്ട്. ജീവനില്ലാത്ത പ്രവൃത്തി. എന്തോന്നാണ് ജീവനുള്ള പ്രവൃത്തി? എന്തോന്നാണ് ജീവനില്ലാത്ത പ്രവൃത്തി? എന്തോന്നാണ് ജീവനുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഷാനി സിസ്റ്ററിന് ജീവനില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ജീവനില്ലേ? ലോകത്തിലുള്ള മനുഷ്യനെല്ലാം ജീവനില്ലേ? പിന്നെ എന്താണ് ജീവനുള്ള പ്രവൃത്തി? ജീവനില്ലാത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഉദാഹരണമല്ല, വചനം പറയാം. ഏദൻ തോട്ടത്തിനകത്ത് ആദമും ഹവ്വയും ജീവിച്ചു അല്ലേ? ആദമും ഹവ്വയും ജീവിച്ചു. കുറച്ച് നാള് ആദമും ഹവ്വയും ജീവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ, നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? മരിക്കും. ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി എൻ്റെ കർത്താവ് അവരെ മാറ്റി ഏദൻ തോട്ടത്തിനകത്ത് പാർപ്പിച്ചു. അവരാ കർത്താവിൻ്റെ ജീവനിലാണ് ഏദൻ തോട്ടത്തിനകത്ത് ജീവിച്ചത്. എന്നാൽ ഒരു ദിവസം ഇവർ ആ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പോൾ ആ ജീവൻ ഇറങ്ങിപ്പോയി. പിന്നെ അവരെന്തായി? മരിച്ചില്ലേ? പിന്നെ ഇവർ ചെയ്യുന്നതൊന്നും ദൈവത്തിന് പ്രസാദമല്ല. അവർ മരിച്ചടക്കപ്പെടുന്നല്ല അർത്ഥം, ക്രിസ്തുവിൻ്റെ ജീവൻ പോയി. അതുകൊണ്ടാണ് എബ്രായർ ലേഖനത്തിനകത്ത് പറയുന്നത് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. എന്താണ് നിർജീവ പ്രവൃത്തികളുടെ മാനസാന്തരം? എന്നിൽ ക്രിസ്തുവിൻ്റെ ജീവനിലൂടെ വരാത്ത പ്രവൃത്തികളെല്ലാം ജീവനില്ലാത്ത നിർജീവ പ്രവൃത്തിയാണ്. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ഇറങ്ങി കർത്താവിൻ്റെ ജീവൻ എൻ്റെ അകത്ത് നിറച്ച് ആ ജീവനിലൂടെ, കർത്താവിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ എന്നിൽ നിന്ന് വരുന്ന ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് കർത്താവിൻ്റെ ജീവൻ എൻ്റെ അകത്ത് വരുന്നത്. ആ ജീവൻ എൻ്റെ അകത്ത് വന്നിട്ട്
ക്രിസ്തു എന്നിൽ വിശുദ്ധീകരണം സംഭവിപ്പിച്ച് അല്ലെങ്കിൽ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നിറച്ച ക്രിസ്തുവിൻ്റെ ജീവനിലൂടെ എന്നിൽ നിന്ന് വെളിപ്പെടുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ അതിലൂടെ വരുന്നതിന് മാത്രമേ സ്വർഗത്തിൽ പ്രതിഫലമുള്ള. ശാലിനി എത്ര ഓടിയാലും അവിടെ ഇല്ല, എത്ര പ്രസംഗിച്ചാലും ഇല്ല, എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്താലും അവിടെ ഇല്ല. ആ ജീവനിലൂടെ ചെയ്തതെല്ലാം എവിടെയുണ്ട്? സ്വർഗത്തിലുമുണ്ട്. ആ ജീവനിലില്ലാത്തതൊന്നും അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ യേശു ക്രിസ്തു പറയുകയാണ്, വായിച്ചെടുത്ത വാക്യം. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ജീവനുള്ളവൾ അങ്ങനെയാ, വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന് കർത്താവേ എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലുമെന്ന് പറഞ്ഞു. അടുത്ത് കർത്താവ് അവളോട് മാർത്തയെ നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ആരും അവളോട് അപകരിക്കില്ല. സ്തോത്രം. ഒന്ന് ഞാൻ പറഞ്ഞത് കുറേ കാര്യം ആദ്യം പറഞ്ഞില്ലേ, ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണമെന്ന് കുറച്ച് കാര്യം പറഞ്ഞില്ലേ. ഒരു ദൈവ പൈതൽ, വേർതിരിക്കപ്പെട്ട പൈതൽ അങ്ങനെ ആയിരിക്കണം. 2, സ്വർഗം സന്തോഷിക്കുന്നത് എന്തിൽ? ഈ ഭൂമിയിൽ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. 2, നമ്മൾ സന്തോഷിക്കേണ്ടത് എന്തിൽ? ഒരു ദൈവ പൈതൽ സന്തോഷിക്കേണ്ടത് എന്തിൽ? ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ട് എന്നുള്ളതിൽ സന്തോഷിക്കാം. ക്രിസ്തുവിനെ കണ്ടു മുട്ടിയിൽ സന്തോഷിക്കാം. ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കുന്നതിൽ സന്തോഷിക്കാം. ക്രിസ്തു പ്രസാദിക്കുന്നതിൽ എല്ലാത്തിലും ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ക്രിസ്തുവിൽ സന്തോഷിക്കാം. ക്രിസ്തുവിലായിരിക്കട്ടെ നമ്മുടെ സന്തോഷം. ദൈവത്തിൻ്റെ സന്തോഷം എന്താണ്? ക്രിസ്തുവിൽ. അതിലപ്പുറമുള്ള സന്തോഷമൊന്നും ഒരു ദൈവത്തിന് വേണ്ട. ഒരുപാട് സന്തോഷങ്ങൾ ഈ ഭൂമിയിലുണ്ടല്ലേ. ഈ സന്തോഷമെല്ലാം കുറച്ച് നേരം നിൽക്കും, അത് പോവും. പക്ഷെ നമ്മുടെ സന്തോഷം ക്രിസ്തുവിലായിരിക്കട്ടെ, അത് നിലനിൽക്കും. 3, അവിടെ ഒരു സഹോദരി ആർക്കും അപകരിക്കാൻ പറ്റാത്തത് പ്രാപിച്ചു. നമ്മൾ പ്രാപിച്ചത് അപകരിച്ചു കൊണ്ടുപോകുന്നതാണോ? അടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നശിച്ചു പോകുന്നതാണോ മാത്രമാണോ നമ്മൾ പ്രാപിച്ചത്? വേണ്ടെന്നല്ല, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ പ്രാപിച്ചത് ഉയരങ്ങളിലുള്ളത് പ്രാപിച്ചില്ല എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അകത്ത് നിറഞ്ഞ് ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ച ആ ജീവിതം ഇവിടെ വരണം, ഈ ഭൂമിയിൽ വരണം. നമ്മൾ എവിടെ പോയാലും ചിന്തിച്ചോളണം നമ്മൾ ആരാണെന്ന് ഉള്ള ബോധം നമുക്ക് എന്ത് ചെയ്യണം? വേണം. മറന്നു പോകരുത്. വായിച്ച് ആ ഭാഗം ഒന്നുകൂടെ വായിച്ച്. കർത്താവ് അവളോട് മാർത്തയെ നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് ആരും അവളോട് അപകരിക്കത്തില്ല. അടുത്ത് അവൻ മതി. അപകരിക്കാത്തതാണ് ആ സഹോദരി എന്ത് ചെയ്തത്? പ്രാപിച്ചത്. ഈ പുതിയ നിയമം പഴയ നിയമം ധ്യാനിക്കുമ്പോൾ ഒരുപാട് പേർ അപകരിക്കാത്തത് പ്രാപിച്ചു, ഒരുപാട് പേർ അപകരിക്കുന്നത് പ്രാപിച്ചു. ഞാൻ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമല്ല, സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം എന്ന് ഞാൻ പറയുന്നുവെങ്കിലും സത്യസന്ധമായ ഒരു കാര്യമാണ്. 2 മനുഷ്യർ കർത്താവിൻ്റെ അടുത്ത് പോയി നിന്നു. 2 പേർ പോയി നിന്നു. ഒന്ന് ഞാനെന്നിരിക്കട്ടെ, ഒന്ന് അപ്പോസ്തലനായ പൗലോസ് എന്നിരിക്കട്ടെ. 2 പേര് നിൽക്കുകയാണ്. ആരുടെ മുമ്പിൽ? ശ്രദ്ധിച്ചേക്കണം, ഞാൻ ഇതുപോലെയാണ് അന്നും പറഞ്ഞെന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 2 പേർ നിന്നു. ഒന്ന് അപ്പോസ്തലനാകുന്ന പൗലോസ്, ഒന്ന് ഞാൻ. 2 പേര് നിൽക്കുകയാണ്. 2 പേരും പ്രതിഫലം വാങ്ങാൻ ബീമാ സീറ്റിൽ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് ഓരോ കാര്യങ്ങളായി ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, കർത്താവ് ചോദിച്ചു, മക്കളെ നിനക്ക് എന്തൊക്കെ കിട്ടി? ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വീടില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം ഓല കൊണ്ട് കെട്ടിയ ഒരു വീടായിരുന്നു, ഞാൻ മഴ നനയാതെ കയറി കിടക്കാൻ ഒരു വീട് ചോദിച്ചു, എനിക്ക് തന്നു. ഓക്കെ, നിനക്ക് കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. ഓക്കെ, പിന്നെ നിനക്ക് എന്ത് കിട്ടി? ഞാൻ പറഞ്ഞു, കർത്താവേ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതെല്ലാം എനിക്ക് നടന്നു. കടം മാറാൻ പ്രാർത്ഥിച്ചു, അതെല്ലാം എനിക്ക് നടന്നു. വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതെല്ലാം നടന്നു. വസ്തു വാങ്ങാൻ പ്രാർത്ഥിച്ചു, അതും നടന്നു. ഇന്ന കാര്യമെല്ലാം പ്രാർത്ഥിച്ചു, എല്ലാം നടന്നു. ശരി, സന്തോഷമല്ലോ, പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ കിരീടം എവിടെ?
നിനക്ക് കിരീടമില്ല, നീ ഇവിടെ ചോദിച്ചതല്ല നിനക്ക് തന്നില്ലേ, വയ്ക്കോ. അടുത്തുണ്ട്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരെ വിളിച്ചു? പൗലോസിനെ വിളിച്ചു. പൗലോസിനെ വിളിച്ചപ്പോൾ പൗലോസിന് ഇവിടെ ഉള്ളതൊന്നുമില്ല, മുഴുവനും സ്വർഗത്തിലുള്ളതേ ഉള്ളൂ. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ലാതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ, വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തകൻ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തകൻ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയൻ പ്രദീപമേ, എന്നാശ ഒന്നു മാത്രമേ, അങ്ങേ കാണുവാൻ നിൻ തേജസ്സിൽ. 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 കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തകൻ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയൻ പ്രദീപമേ, എന്നാശ ഒന്നു മാത്രമേ, അങ്ങേ കാണുവാൻ നിൻ തേജസ്സിൽ. എന്നാശ ഒന്നു മാത്രമേ, അങ്ങേ കാണുവാൻ നിൻ തേജസ്സിൽ. ഹല്ലേലൂയ. ഭൂമിയിലെ സന്തോഷം എന്ത്, സ്വർഗത്തിലെ സന്തോഷമുണ്ട് എന്ത്, സ്തോത്രം എന്ന് നമുക്ക് ദൈവം പറഞ്ഞു തന്നു. മാത്രമല്ല, മറിയ എങ്ങനെയായിരുന്നു, മാർത്ത എങ്ങനെയായിരുന്നു? മാർത്ത പലതിനെയും ചൊല്ലി കലങ്ങിയിരുന്നു, മറിയ ഓരോ സെക്കൻഡും നല്ല അംശം മാത്രം പ്രാപിച്ചു കൊണ്ടിരുന്നു. ഞാനും അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തലനും രണ്ടുപേരും ബീമാ സീറ്റിൽ നിന്നു. ഞാൻ നോക്കി, ഞാൻ പ്രാർത്ഥിച്ചതിനുള്ളത് പ്രതിഫലം വെക്കോന്ന് പറഞ്ഞു. പക്ഷേ തൊട്ടപ്പുറത്ത് നിന്ന മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് ഈ ഭൂമിയിലുള്ളതൊന്നും കണക്ക് പറയാനില്ല. ആ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കിരീടമെടുത്ത്, ജീവന്റെ കിരീടമെടുത്ത് തലയിൽ വെച്ച് കൊടുത്തു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അയാൾ ഒന്നും നേടിയില്ല, പക്ഷെ തൻ്റെ നേട്ടങ്ങളെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിൽ സ്വരൂപിച്ചു. ഇന്ന് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ സെക്കൻഡും ക്രിസ്തുവിൻ്റെ പൈതലായി, ക്രിസ്തുവിൻ്റെ മകനായി, ക്രിസ്തുവിൻ്റെ മകളായി പാപത്തെ ജയിച്ച് ക്രിസ്തുവിൻ്റെ ശക്തി പ്രാപിച്ച് ദൈവം തരുന്ന അവസരങ്ങളെല്ലാം അപ്പനെ മഹത്വപ്പെടുത്തി ഓരോ സെക്കൻഡും ഭവന തലങ്ങൾക്കകത്തൊരു ആശ്വാസമായി മാറട്ടെ, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി മാറട്ടെ, കുടുംബ തലങ്ങൾക്കകത്തൊരു ആശ്വാസമായി മാറട്ടെ. ഇന്ന് പകൽക്കാലം ആരെല്ലാം പറയും, കർത്താവ് ഞാനിത് എന്നെ അങ്ങയുടെ കരങ്ങൾ തരുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് കുറവുകളും തെറ്റുകളും പാപസ്വഭാവങ്ങളും ഉണ്ട്, എന്നാൽ ഇന്നത്തെ ഈ ഞായറാഴ്ച ദിവസം എന്നെ ഇത് അങ്ങയുടെ കരത്തിലേക്ക് തരുന്നു. അപ്പാ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ പാവപ്രവൃത്തികളെ ക്ഷമിക്കണമേ. അങ്ങയുടെ മകനായി മകളായി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ദൈവമേ, രക്ഷിക്കപ്പെടാത്ത ആളാണോ, ചാണപ്പെടാത്ത ആളാണോ, ഇതുവരെ അപ്പനെ യഥാർത്ഥമായി രുചിച്ചറിയാത്ത ആളാണോ? എന്നാൽ ഒന്ന് പറഞ്ഞേ, അപ്പൻ അടുത്ത് വന്ന് ചേർത്ത് പിടിച്ച് രക്തം കൊണ്ട് കഴുകി സ്വർഗ സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ പുത്തൻ വസ്ത്രം ധരിച്ച് പുത്തൻ ചെരിപ്പിടിച്ച് പുതു നന്മകൾ തന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ വന്നിട്ടുണ്ട്. സംസാരത്തിലൂടെ, നോട്ടത്തിലൂടെ, ചിന്തയിലൂടെ, വായും കണ്ണും ജീവിതം അശുദ്ധമാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധീകരിക്കുന്ന യേശു പറയും, ഓ നിന്റെ പാവം എത്ര കടിച്ചോപ്പായിരുന്നാലും ഞാൻ നിൽക്കുമത്തെ പോലെ വെളുപ്പിക്കും. എവിടെയെല്ലാം കുറവുണ്ടെങ്കിലും അതെല്ലാം ശുദ്ധീകരിപ്പാൻ കഴിവുള്ള യേശു പാവം നിറഞ്ഞ ഈ ലോകത്തിൽ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും ഹൃദയ പരമാർത്ഥികളുമായി വിളിച്ച ദൈവത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുമ്പോൾ മലമേൽ ഇരിക്കുന്ന പട്ടണമായി, തണ്ടിന്മേൽ വെച്ച് വിളക്കായി, കാരമുള്ള ഉപ്പായി
ഉറപ്പായി അനേകർക്ക് പ്രകാശമുള്ള പൈതലായി ജീവിക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ ഒരു ലോകജാതിയെ പോലല്ല, ഒരു രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി, അപ്പന്റെ ഒരു മണവാട്ടിയായി ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് അപ്പൻ പേർ വിളിക്കുമ്പോൾ അപ്പന്റെ ശബ്ദം കേട്ട് ധാരാളമായി കയറിപ്പോയി സ്വന്തം ഭവനത്തിൽ ക്രിസ്തു ഇരിക്കുന്നിടത്തിരിക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ പതറിപ്പോകല്ലേ, തളർന്നു പോകല്ലേ. ഒരവസരം ദൈവം ഇട്ടിരിക്കുകയാണ്. ദൈവം ഒരു അവസരം ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓട്ടം, ഇവിടുത്തെ എല്ലാം തീർന്നു പോകും. പക്ഷെ തീരാത്ത ഒന്നുണ്ട് ക്രിസ്തുവിലുള്ളത്. ഇന്ന് ആരൊക്കെ വിട്ടുകൊടുക്കും? കർത്താവേ, ഞാൻ ഭാവിയാണെന്ന് ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും? എൻ്റെ ദൈവമേ, അനേകർ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ജീവിതത്തിനകത്ത് മദ്യം മാത്രമല്ല, നേരത്തെ പറഞ്ഞില്ലേ, വായ് കൊണ്ട് അനേകരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ പേരെ വേദനിപ്പിക്കുന്ന വായായിരിക്കാം ഒരുപക്ഷെ നമ്മുടേത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ വായ ഒന്ന് വിശുദ്ധമായെങ്കിൽ, ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്താൽ നമ്മളൊന്ന് നിറഞ്ഞെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഭാവം ഒന്ന് വന്നെങ്കിൽ, ജീവിക്കുന്ന 4 വില നീളം നമ്മൾ മരിച്ച് ക്രിസ്തുവിൽ നിറഞ്ഞെങ്കിൽ, ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് പോലെ കടത്തിവിടാൻ. ഒട്ടകം സൂചിക്കുഴയിൽ പോകാൻ ബുദ്ധിമുട്ടാണല്ലേ? ഒട്ടകം പോകത്തില്ല അല്ലേ? ഒട്ടകത്തിന് സൂചിക്കുഴയ്ക്കകത്തൂടെ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് അസാധ്യം. ധനവാനെ കുറിച്ച് പറയുമ്പോഴേ യേശു പറഞ്ഞേ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ഒട്ടക സൂചിക്കുഴി കിടക്കുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞു അല്ലേ? ഹല്ലേലൂയ. എന്താ അതിൻ്റെ സാരം? സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഒട്ടക സമമായ സകലമാന പാപം നിറഞ്ഞൊരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ കയ്യിൽ കെട്ടിയാൽ യേശു ക്രിസ്തു പൊടിച്ച് തരിയാക്കി ആ സൂചിക്കുഴയ്ക്കകത്തൂടെ അർത്ഥം ഒരു വിശുദ്ധ പൈതലാക്കി, ഒരു രാജകീയ പുരോഹിത വർഗമാക്കി, ആ പാപത്തെ ഉടച്ച്, ആ സ്വയങ്ങളെ ഉടച്ച്, ഓ ഹല്ലേലൂയ, ആ ക്രൂശിനോട് ചേർത്ത് ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ക്രിസ്തു അത്രേ. അപ്പോസ്തലൻ പറഞ്ഞു ക്രൂശിക്കപ്പെട്ട യേശുവിനല്ലാതെ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം അധ്യായത്തിനകത്ത് 2-ാം വാക്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വളരെ ഭയത്തോടെ നിങ്ങളുടെ നടുവിൽ ഇരുന്നു. ജീസസ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ മനുഷ്യർക്ക് അസാധ്യം. ഈ ഒട്ടകത്തെ സൂചിക്കുഴലിനകത്തൂടെ കടത്താൻ മനുഷ്യർക്ക് പ്രയാസം. ഈ കൊടും പാവിയെ ഈ ഇടുക്ക് വഴിക്കകത്തൂടെ കടത്താൻ മനുഷ്യന് പ്രയാസം. എന്നാൽ എൻ്റെ യേശു പറയും, ദൈവത്തിന് ഈ ഒട്ടക സമമായ പാവിയെ കയ്യിലെടുത്ത് ഉടച്ചിട്ട് രക്തം കൊണ്ട് കരുതുകി ചേർത്ത് പിടിച്ച് പൊന്നാക്കി ആ ഇടുക്കുവാതിൻ്റെ അകത്തൂടെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ ഈ ദൈവം മതിയായവൻ. പാടാമോ? പാടുമ്പോൾ കൂടെ പാടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പാടുന്നവർക്കെല്ലാം പാടി ആനന്ദിക്കാം. എന്നാൽ എവിടെയെങ്കിലും ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിനകത്തൊരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ, എവിടെ